2024 ജൂലൈ 7 ഞായർ. ഇന്ന് 1199 മിഥുനം 23. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. വിലക്കുള്ളവ ഒഴികെ ഒന്നും മറച്ചുവെക്കാൻ പാടില്ല. ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട ദുരനുഭവങ്ങളും വിലയിരുത്തി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷത്തിനു ശേഷം പുറത്തുവരുന്നു. സ്വകാര്യ വിവരങ്ങളുണ്ടെന്ന കാരണത്താൽ സർക്കാർ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് നിർദ്ദേശം നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം വിലക്കുള്ളവ ഒഴികെ ഒന്നും മറച്ചുവെക്കരുതെന്നും വിവരം പുറത്തുവരുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കാൻ പാടില്ലെന്നും വ്യക്തമാക്കി വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ ഹക്കീമിൻ്റേതാണ് ഉത്തരവ്. കമ്മീഷനെ സമീപിച്ച 5 പേർക്ക് 25-ന് മുൻപ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകാനും ഇത് സംബന്ധിച്ച് 26-ന് കമ്മീഷന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിലുണ്ട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിനു ശേഷം 2017 രൂപീകരിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 2019 ഡിസംബർ 31-നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സർക്കാർ പുറത്തുവിടാത്ത റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്കും ലഭിച്ചില്ല. അപ്പീൽ നൽകിയെങ്കിലും റിപ്പോർട്ട് നൽകാനാവില്ലെന്നായിരുന്നു ഉത്തരവ്. സ്വകാര്യതയും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നവരുടെ തൊഴിൽ നഷ്ടവും സുരക്ഷയും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 10 പ്രകാരം നൽകാൻ സാധിക്കാത്ത വിവരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ നൽകണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച അപ്പീലിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടി. റിപ്പോർട്ട് പരിശോധിച്ച കമ്മീഷൻ 49-ാം പേജിലെ 49-ാം ഖണ്ഡിക 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള ഖണ്ഡികകൾ എന്നിവ ഒഴിവാക്കി പുറത്തുവിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് നിയമപരമായി പഠിച്ചതിനു ശേഷം പരസ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴികെയുള്ളവ പുറത്തുവിടുക എന്നതാണ് സർക്കാരിൻ്റെയും നിലപാടെന്ന് മന്ത്രി ആവർത്തിച്ചു. കേന്ദ്ര ബജറ്റ് ഈ മാസം 23-ന്. പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം 22 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 23-ന് ബജറ്റ് അവതരിപ്പിക്കും. 3ാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് സമ്മേളനമാണ് ഇത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക 1 ഗഡു അനുവദിച്ചേക്കും. സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ബാക്കിയുള്ള 2 ഗഡുക്കളിൽ 1 ഗഡു നൽകാൻ ഫയൽ തുറന്ന് ധനവകുപ്പ്. കഴിഞ്ഞ മാസം 18-ന് ഫയൽ മന്ത്രി KN ബാലഗോപാലിന് ധനസെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കൈമാറി. മുൻപ് ഒരു തവണ തീരുമാനമെടുക്കാതെ ഫയൽ ധനമന്ത്രി മടക്കിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഫയൽ സമർപ്പിച്ചത് അനുകൂല തീരുമാനമെടുക്കാനുള്ള സർക്കാർ നീക്കത്തിൻ്റെ ഭാഗമായാണെന്നാണ് സൂചന. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടത് 64,000 രൂപ മുതൽ 3,76,400 രൂപ വരെയാണ്. കുടിശ്ശിക നൽകാനാകെ 4,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത്. 1 ഗഡു നൽകാൻ 1,000 കോടി രൂപ മതിയാകും. 2019 ജൂലൈ 1 മുതൽ 2021 ഫെബ്രുവരി 28 വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക 4 ഗഡുക്കളായി 25% വീതം ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുമെന്നായിരുന്നു 1ാം പിണറായി സർക്കാർ നൽകിയ വാക്ക്. 2023 ഏപ്രിൽ ഒക്ടോബർ 2024 ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലാണ് നൽകേണ്ടിയിരുന്നത്. എന്നാൽ ആദ്യ 2 ഗഡുക്കൾ മാത്രമാണ് ലഭിച്ചത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 3ാം ഗഡു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നൽകി. ഗാസ വെടിനിർത്തൽ പ്രാരംഭ ചർച്ച വിജയം. 2ാം ഘട്ട ചർച്ച വരുന്നയാഴ്ച. ഗാസയിൽ ഘട്ടം ഘട്ടമായ വെടിനിർത്തലിന് US വെച്ച വ്യവസ്ഥകൾക്ക് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകി. കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു. പകരം 6 ആഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാകും സമാധാന ശ്രമം ആരംഭിക്കുക. ദോഹയിലെ പ്രാരംഭ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ഇരുപക്ഷവും ധാരണയായി. 9ാം മാസത്തിലെത്തിയ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ, ഈജിപ്ത്, US മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ 2 ചർച്ചകളിലും ഹമാസ് വെച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യം എന്ന വ്യവസ്ഥയായിരുന്നു ഇസ്രായേൽ ഉന്നയിച്ച പ്രധാന തടസ്സം. ഈ തടസ്സമാണ് ഇപ്പോൾ നീങ്ങുന്നത്. ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലിലേക്ക് മടങ്ങി. ചർച്ച വരുന്നയാഴ്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വ്യക്തമാക്കി. നവംബറിലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിലെത്തുകയെന്നതാണ് ബൈഡൻ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം.
42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും. സഹായ വിതരണത്തിന് അവസരമൊരുക്കും. ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ രണ്ടാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയുണ്ടാക്കും. പകരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും. ഇതാണ് നിലവിൽ US മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമാധാന ചർച്ച നടക്കുക. ബീഹാറിൽ പാലങ്ങൾ തകർന്നത് മണൽവാരൽ മൂലം. തുടർച്ചയായി പാലങ്ങൾ തകർന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 17 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. പാലങ്ങളുടെ തൂണുകൾക്ക് സമീപം വൻതോതിൽ മണൽ വാരിയതാണ് മിക്ക പാലങ്ങളും തകരാനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഗണ്ഡകി നദിയിൽ നിന്ന് മണൽവാരൽ കരാറുണ്ടായിരുന്ന നിർമ്മാണ കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ജലവിഭവ, ഗ്രാമീണ മരാമത്ത് വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്ക് എതിരെയാണ് നടപടി. പാലങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും പാലങ്ങൾക്ക് സമീപമുള്ള മണൽവാരൽ പരിശോധിക്കാനും ചുമതലയുള്ളവരായിരുന്നു ഇവർ. അമിത ലാഭം ലക്ഷ്യമിട്ട് കരാറിൽ നിർദ്ദേശിച്ചതിലും അധികം മണൽവാരൽ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പാലങ്ങളുടെ സുരക്ഷയും ബലവും പരിശോധിച്ച് ഉറപ്പുവരുത്താനായി സെൻസർ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും ശുപാർശയുണ്ട്. നേപ്പാളിൽ നിന്ന് ബീഹാറിലേക്ക് ഒഴുകുന്ന നദികളിൽ അതിർത്തി ഭാഗത്ത് കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് വെള്ളപ്പാച്ചിൽ നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. KSRTC ടെർമിനൽ വിജിലൻസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം. ആർക്കിടെക്റ്റിനും മുൻ ചീഫ് എഞ്ചിനീയർക്കുമെതിരെ അന്വേഷണത്തിന് രൂപരേഖ തയ്യാറാക്കി. മാവൂർ റോഡ് KSRTC ബസ് ടെർമിനൽ നിർമ്മാണത്തിലെ ഗുരുതര വീഴ്ചകളെക്കുറിച്ചുള്ള വിജിലൻസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം. ആർക്കിടെക്റ്റിനും ചീഫ് എഞ്ചിനീയർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത കോഴിക്കോട് വിജിലൻസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രൂപരേഖ തയ്യാറാക്കി. പ്രാഥമിക അന്വേഷണവും രേഖകൾ ശേഖരിക്കലും നേരത്തെ പൂർത്തിയാക്കിയതിനാൽ അധികം വൈകാതെ അന്തിമ റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കെട്ടിടം രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്റ്റിനും മുൻ ചീഫ് എഞ്ചിനീയർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന കോഴിക്കോട് വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഡയറക്ടർ അംഗീകരിച്ച ആഭ്യന്തര വകുപ്പിന് 2 വർഷം മുൻപേ കൈമാറിയിരുന്നു. KTDFCക്ക് കോടികളുടെ സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്ന് വിജിലൻസ് വ്യക്തമാക്കി. സാങ്കേതിക അനുമതി പോലും നേടാതെയാണ് കോഴിക്കോട്ടെ കൂറ്റൻ ബസ് ടെർമിനൽ നിർമ്മാണം ആരംഭിച്ചത് എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഇത്രയും വലിയ കെട്ടിടം വാർക്കുന്നതിന് കനം കുറഞ്ഞ കമ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനല്ലാത്ത ആർക്കിടെക്റ്റിൻ്റെതായിരുന്നു രൂപകൽപ്പന. 10 നിലകളുള്ള കെട്ടിടത്തിന് 8 mm കമ്പി അപര്യാപ്തമാണെന്ന് കാണിച്ച് സൈറ്റ് എഞ്ചിനീയർ KTDFC ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും അത് അവഗണിക്കപ്പെട്ടു. രൂപകൽപ്പനയിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. 74.63 കോടി രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ച KTDFCക്ക് കനത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനുത്തരവാദികളായ ആർക്കിടെക്റ്റിനും ചീഫ് എഞ്ചിനീയർക്കുമെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം, കുട്ടിയുടെ നില തൃപ്തികരം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14-കാരൻ്റെ ആരോഗ്യനില തൃപ്തികരം. കുട്ടി വെന്റിലേറ്ററിലാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ കുട്ടിക്ക് നൽകുന്നുണ്ട്. പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. രോഗം സംശയിച്ച 10 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടിരുന്നു. 2 കുട്ടികളും ഒരേ കുളത്തിലാണ് കുളിച്ചത്. വീടിന് സമീപത്തെ വയൽ പ്രദേശത്തും കുട്ടി കുളിച്ചതായി പറയുന്നു. പയ്യോളി തിക്കോടി സ്വദേശിയായ 14-കാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. മസ്തിഷ്ക ജ്വരം സംശയിച്ചപ്പോൾ തന്നെ കുട്ടികൾ കുളിച്ച കീഴൂർ കാട്ടുകുളം നിരീക്ഷണത്തിലായി. ക്ലോറിനേറ്റ് ചെയ്ത കുളം അടച്ചു. കുളത്തിലെ വെള്ളം ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്ക് അയച്ചു. സമീപ പ്രദേശങ്ങളിലെ കുളങ്ങളും ക്ലോറിനേറ്റ് ചെയ്തു. പയ്യോളി നഗരസഭ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. കലാമണ്ഡലത്തിൽ BPA അപേക്ഷ തപാലിൽ 11 വരെ. പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. മോഹിനിയാട്ടം 8 സീറ്റ്, മറ്റെല്ലാം 4 സീറ്റ് വീതം. യോഗ്യത +2 വിജയം. 2024 ജൂൺ 1-ന് 23 വയസ്സ് തികയരുത്. മിതമായ ഫീസേയുള്ളൂ. 19-ന് നടത്തുന്ന ഇൻ്റർവ്യൂവും പ്രാക്ടിക്കൽ ടെസ്റ്റും ആധാരമാക്കിയാണ് സെലക്ഷൻ. +2-വിൽ ബന്ധപ്പെട്ട വിഷയം പഠിച്ചവർക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയ മാർക്കിൻ്റെ 10% വെയിറ്റേജായി നൽകും. ശുഭദിനം. നന്ദി.